എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സേഫിയെ 11 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രൊഡക്ഷൻ വാറന്റിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് SV മനേഷാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തുടർന്ന് മാലൂർ കുന്നിലെ പോലീസ് ക്യാമ്പിലെത്തിച്ച പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു തുടങ്ങി. അതേസമയം പ്രതിക്കായി അഡ്വക്കേറ്റ് BA ആളൂർ കോടതിയിൽ ഹാജരാകുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ട്രെയിൻ തീവെപ്പ് കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായി ബംഗളൂരുവിൽ നിന്നുള്ള NIA സംഘവും കോഴിക്കോട് എത്തിയിട്ടുണ്ട്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയെ 11 ദിവസത്തേക്കാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 18 വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പ്രതി വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനും അടക്കം വളരെ ആവശ്യമായ ഒരു സമയം തന്നെ കോടതി അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 9:45 ഈ ഷാറൂഖ് സൈഫിയെ റിമാൻഡ് ചെയ്യുന്ന നടപടികൾ ആദ്യം കോടതി സ്വീകരിച്ചത്. രാവിലെ 9:45 ഈ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് SV മനേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി ഈ പ്രതിയെ കാണുകയും ഈ പ്രതി നേരത്തെ കിടന്നിരുന്ന മെഡിക്കൽ കോളേജിലെ വാർഡിലേക്ക് എത്തുകയും അവിടെ നിന്നും കോടതി നടപടിക്രമങ്ങൾ നടത്തുകയുമാണ് ഉണ്ടായത്. തുടർന്നാണ് ഈ മാസം 20 വരെ കോടതി ഈ പ്രതിയെ റിമാൻഡ് ചെയ്തത്. ആ സമയത്ത് പ്രതി അവിടെ മഞ്ഞപ്പിത്തത്തിന് ചികിത്സയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇന്നലെ ഫോറൻസിക് പരിശോധനകളുടെ ഭാഗമായി നടത്തിയ രക്തപരിശോധനയ്ക്കിടയിലാണ് പ്രതിക്ക് മഞ്ഞപ്പിത്തമുള്ളതായി സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ ഈ കോടതി റിമാൻഡ് നടപടികൾ വന്നതോടെ, കോടതിയുടെ റിമാൻഡ് പ്രഖ്യാപനം വന്നതോടുകൂടി പിന്നാലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ മെഡിക്കൽ ബോർഡ് ചേരുകയും, അതായത് കോഴിക്കോട് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മെഡിക്കൽ ബോർഡ് ഉണ്ടായിരുന്നത്. ആ സംഘം മെഡിക്കൽ ബോർഡ് ചേരുകയും അതിനുശേഷം പ്രതിയുടെ ആരോഗ്യനില വിലയിരുത്തുകയും ചെയ്തു. ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടെത്തി. മഞ്ഞപ്പിത്തം അടക്കമുള്ള കാര്യങ്ങളിൽ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായി എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പ്രതിയെ തിരിച്ച് ജയിലിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം, അതായത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ജയിലിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനം. കാരണം വളരെ ഗൗരവകരമായ സുരക്ഷ അനിവാര്യമായിട്ടുള്ള ഒരു കേസാണ് ഇത്. രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണ്. തീവ്രവാദ ബന്ധം സംശയിക്കുന്ന ഒരു കേസാണ് ഈ എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് എന്ന് സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ പ്രതി ജയിലിലേക്ക് അയക്കുക എന്നൊരു തീരുമാനമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. എന്നാൽ അന്വേഷണ സംഘം ഇത് മനസ്സിലാക്കുകയും പിന്നീട് പ്രൊഡക്ഷൻ വാറണ്ട് കോടതിയിൽ സമർപ്പിക്കുകയുമായിരുന്നു. അത് കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആ പ്രൊഡക്ഷൻ വാറണ്ട് അംഗീകരിച്ചു. അങ്ങനെയാണ് പ്രതിയെ വൈകുന്നേരത്തോടുകൂടി ഈ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് SV മനേഷ് മുൻപാകെ ഹാജരാക്കിയത്, കോടതിയിലെത്തിച്ചത്. പിന്നീട് കോടതിക്ക് മുൻപാകെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് മതിയായൊരു സമയം, 11 ദിവസത്തെ വിശദമായൊരു സമയം ഈ മാസം 18 വരെ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇനി നേരെ പ്രതിയുമായി അതിനുശേഷം പോലീസ് സംഘം പോയിട്ടുള്ളത് നേരെ മാലൂർ കുന്നിലെ പോലീസ് ക്യാമ്പിലേക്കാണ്. അവിടെ വിശദമായൊരു ചോദ്യം ചെയ്യൽ തന്നെ നടക്കും. ഇവിടെ കോഴിക്കോട് ടൗൺ ACP ബിജുരാജ് അടക്കമുള്ള, ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അധികൃതർ അടക്കമുള്ള ആളുകൾ ഇവിടെ കോടതി പരിസരത്തെല്ലാം തന്നെ കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കുന്നതിനായി നേതൃത്വം വഹിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു.